എന്നാൽ എന്റെ നാട്ടുകാരായ ജനങ്ങളോട് പറയാണ്, കേരളത്തിലെ പല മഖബറുകളിലും അനാചാരം നടക്കുന്നത് ശരിയാണ്. അതിന് ഞങ്ങളോ ഞങ്ങളുടെ ഉത്തരവാദികളല്ല. ചോദിക്കട്ടെ, ഞങ്ങൾ സാധുക്കളായ SSFന്റെ പ്രവർത്തകരാണ്. തെക്കൻ കേരളത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ ആലിമീങ്ങളോ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിക്ക് കീഴിൽ ഒരൊറ്റ ദർഗേ ഉള്ളൂ. അതേതാ? ഒമേലുള്ള ഉൽപ്പാപ്പന്റെ ദർഗയാണ്. അവിടെ ഒരു അനാചാരവും നടക്കുന്നു. ഭീമാപ്പള്ളിയുടെ കമ്മിറ്റി ഞങ്ങളുടേതാണോ? അല്ല. വിഴിഞ്ഞമ്പള്ളിയുടെ കമ്മിറ്റി ഞങ്ങളുടേതാണോ? അല്ല. കളമളപ്പള്ളിയുടെ കമ്മിറ്റി ഞങ്ങളുടേതാണോ? അല്ല. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ പൂരം നടക്കുന്നു, അതിന്റെ കമ്മിറ്റിക്കാർ ഞങ്ങളാണോ? അല്ല. ഇനിയും വരട്ടെ, കടുവാപ്പള്ളിയുടെ കമ്മിറ്റിക്കാർ ഞങ്ങളാണോ? അല്ല. ഇങ്ങനെ വന്ന് നമ്മുടെ കാഞ്ഞിരമറ്റത്തെ മഖാമിൽ ഇതുപോലെ ഒരുപാട് മഖാമുകളിൽ അനാചാരങ്ങളും ബഹളങ്ങളും നടക്കുന്നതിൽ ഒരൊറ്റ കമ്മിറ്റിയിലും ഞങ്ങളുടെ പണ്ഡിതന്മാരോ ഉമറാക്കളോ ഇല്ല. ഞങ്ങൾ അതിന് എപ്പോഴും അനാചാരങ്ങൾക്ക് എതിരാണ്. ഇനി ഇവിടെയുള്ള എന്റെ സഹോദരന്മാരോട് പറയുന്നു, തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ മഹാന്മാരാണെന്ന് എഴുതി പരിചയപ്പെടുത്തുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പാഠപുസ്തകം പഠിക്കുന്ന നാടാണ് ഇവിടുത്തെ മദ്രസ. എന്നാൽ ഇതുപോലെയുള്ള മിക്ക പള്ളികളെയും മദ്രസകൾ ദക്ഷിണയുടെ കീഴിലാണ്. ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. അതുപോലെ ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം എരുമേലിയിൽ പോയി. എരുമേലിയിൽ അയ്യപ്പന്മാര് ആദരപൂർവ്വം വരുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ കമ്മിറ്റിയിൽ ഞങ്ങളില്ല. ആ പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് ഫളായിലുൽ അഅ്മാൽ തബ്ലീഗുകാരുടെ ഇരിപ്പില്ലേ? പേട്ടറുള്ളാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന ആ പള്ളിയുടെ കമ്മിറ്റിയിൽ ഞങ്ങളില്ല. ഓ തബ്ലീഗ് ജമാഅത്തുകാരെ, നിങ്ങൾക്ക് സ്വാധീനമുള്ള ആ പള്ളിയിൽ നിങ്ങളുടെ ആചാരപ്രകാരമല്ല, സർവസമ്മതമായ ശിർക്കിന്റെ ആളുകൾ വരുമ്പോ അതിനെ തടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എല്ലാ അനാചാരവും നടത്താൻ കൂട്ടുനിൽക്കുക, എന്നിട്ട് ആക്ഷേപം മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക്. ഞങ്ങൾ ഏത് മഖബറയിൽ അനാചാരം നടത്തുന്നു? ഇവിടെ മുമ്പ് ചന്ദനക്കുടവും വലിയ ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഖത്തീബായിരുന്നപ്പോൾ ശക്തിയുക്തം അതിനെതിരെ എതിർത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചന്ദനക്കുടം കാണാതിരിക്കാൻ അതിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളെയും കൊണ്ട് ഞങ്ങൾ കിളികല്ലൂരിലെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഞങ്ങൾ മക്കൾ ഇവിടെ നിന്ന് കാണാതിരിക്കാൻ. അങ്ങനെ ഇവിടെ ഞങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. ഈ കൊല്ലം വിഴിഞ്ഞമ്പള്ളിയിൽ ഉറൂസിന്റെ വഴുതിനെ എന്നെ വിളിച്ചു. അവിടുന്ന് SSFകാർ വിളിച്ചു, ഉസ്താദെ ഗാനമേളയുണ്ടെന്നറിയുന്നു, എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഗാനമേള ഉള്ള ഉറൂസിൽ ഞാനില്ല, എന്റെ പരിപാടി അതിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ഭീമാപ്പള്ളിയിൽ പല അനാചാരങ്ങളും നടക്കാറുണ്ട്. അവിടെ ഞങ്ങൾ പോയി വേദി കെട്ടിയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അതിനെതിരെ. അറിയുമോ, ഒരിക്കൽ ബാദ്ഷാ സഖാഫി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ യുവ പണ്ഡിതൻ, അദ്ദേഹം അവിടെ ഖത്തീബായിരിക്കുന്ന കാലത്ത് അതിനെതിരെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആലിമീങ്ങൾ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെതിരെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു അനാചാരത്തിൽ ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. ഇവിടെയായാലും എവിടെയായാലും മഹാന്മാരുടെ ആണ്ട് ആദരവോടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം, അവരുടെ മഹത്വം പറയൽ, അങ്ങനെ നല്ല നല്ല പരിപാടികളോടെ നടക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്, താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ 1ാമത്തെ ആണ്ട് നടന്നു. എന്തെങ്കിലും അനാചാരമുണ്ടോ? ഇല്ല. പണ്ഡിത സമ്മേളനം, ഖുർആൻ പാരായണം, ദുആ സമ്മേളനം, ജനങ്ങൾക്ക് നല്ല നസീഹത്ത്, പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകുക, ഇതാണ് താജുൽ ഉലമ തങ്ങളുടെ ഉറൂസ് ഞങ്ങൾ നടത്തിയത്. അവേരത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങളുടെ ആണ്ട് നേർച്ച ഞങ്ങൾ നടത്തുന്നതാണ്. അവിടെ ഒരു അനാചാരവും നടത്താറില്ല. അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം
അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരമാവധി ദീനിയായ ചുറ്റവട്ടങ്ങൾ ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ആരെങ്കിലും കച്ചവട മാഫിയകളോ ഏതെങ്കിലും കമ്മിറ്റിക്കാരോ നടത്തുന്നതിന് ഞങ്ങളുടെ മേൽ ആക്ഷേപം വെച്ചുകൂടാ. എന്റെ സഹോദരന്മാര് മീഡിയകളിലൂടെ ഇത് പല സ്ഥലങ്ങളിലും കേൾക്കാനിടയുണ്ട്. ഞങ്ങൾ ശക്തിയുക്തം പറയുകയാണ്, ഞങ്ങളുടെ അലിമീങ്ങൾ പുത്തൻപള്ളിയിലും അതുപോലെ തന്നെ ചാവക്കാട് പരിസരത്തുള്ള പള്ളികളിലുമെല്ലാം പല ആനയും ബഹളവും നടക്കുന്ന ഉറൂസുകളിലുണ്ട്. അതിനെതിരെ അതാത് സ്ഥലങ്ങളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെ കഴിയൂ. നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. ദീൻ ശക്തിയുക്തമായി പറയും. ആരെങ്കിലും എവിടെങ്കിലും അനാചാരം നടത്തുന്നത് ഞങ്ങൾ ഉത്തരവാദികളാണ്. ഇനി മഹാന്മാരുടെ മഖബറകൾ കെട്ടി ഉയർത്തൽ കേരളത്തിൽ മാത്രമുള്ളതാണോ? ഇന്ത്യയിൽ മാത്രമുള്ളതാണോ? ലോകത്തെ പാരമ്പര്യ മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവനുമുണ്ട്. നിങ്ങൾ നോക്കി, ഈജിപ്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഖബറ. ഷാഫി ഇമാം തങ്ങളുടെ മഖബറ കണ്ടപ്പോൾ നബവി ഇമാം തങ്ങൾ എന്താ പറഞ്ഞത്? മഹാനവറുകളുടെ പ്രൗഢിക്കനുസരിച്ചുള്ള മഖബറയാണ്. നബവി ഇമാം തങ്ങൾ ഖുർആൻ തിരിയാത്ത ആളാണ്, തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഹദീസ് തിരിയാത്ത ആളാണോ? നിങ്ങൾ തന്നെ റിയാദുസ് സാലിഹീൻ ദർസ് നടത്തുന്നുണ്ട്, ശറഹ് മുസ്ലിം എഴുതിയിട്ടുള്ള